CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയതിൽ നിരാശയിലാണ് ഗൾഫിലെ വിദ്യാർത്ഥികൾ. മോഡൽ പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഫലം നിശ്ചയിക്കരുതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഭാവി പഠനം തകർക്കുന്ന തീരുമാനം CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നാണ് ഇവരുടെ അപേക്ഷയും പ്രാർത്ഥനയും. 10 days ഉണ്ടാകുന്നു. 10 days ഒട്ടും ഉറക്കമില്ലാണ്ട് ഇരുന്ന് പഠിച്ച പിള്ളേരാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ ഹെൽത്ത് ഡിസ്ട്രോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് നമ്മളെന്താ കേൾക്കുന്നത്? എക്സാം ക്യാൻസൽ ചെയ്തു. അത്ര എളുപ്പമായിട്ട്. അതും ഇവർ കുറേ നീക്കി വെച്ചു. ലാസ്റ്റ് മിനിറ്റാണ് ഇവർ ഇൻഫോം ചെയ്ത് എക്സാംസ് ക്യാൻസൽ ചെയ്യാൻ. നമ്മുടെ പ്രതീക്ഷ ഉണ്ടാകുന്നു ഇവർ ഈ റിപ്പോർട്ട് ചെയ്യും. ഇത് പോസ്റ്റ്പോൺ ചെയ്തു. ഓക്കെ, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 10ാം ക്ലാസ്സിലത്തെ പിള്ളേർക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം അവർക്ക് എന്താ +2 ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ. ഈ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് സ്കൂൾ ഫീസും കൊടുത്ത് പഠിച്ചത് എല്ലാം ഈ എക്സാമിനേഷൻ, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്. എന്നിട്ട് ഈ എക്സാമിനേഷൻ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ സിറ്റുവേഷൻ? ആൻസാൻഡ്രിയയുടെ ഈ വാക്കുകളിലുണ്ട് ഗൾഫിലെ ആയിരക്കണക്കിന് CBSE +2 വിദ്യാർത്ഥികളുടെ ആശങ്കയും നിരാശയും. പരീക്ഷ പലതവണ മാറ്റിവെച്ചെങ്കിലും പൂർണ്ണമായും റദ്ദാക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സർവകലാശാല പ്രവേശനം, നീറ്റ്, കീറ്റ്, മറ്റ് എൻട്രൻസ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം +2 മാർക്ക് നിർണായകമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഗൗരവത്തോടെ കാണാത്ത മോഡൽ പരീക്ഷയെ അടിസ്ഥാനമാക്കി അന്തിമ ഫലം നിശ്ചയിച്ചാൽ പലരുടെയും ഭാവി സ്വപ്നങ്ങൾ പൊലിയും. എന്താ കാര്യം എന്ന് വെച്ചാൽ ബോർഡ്സ് ആണ് ഏറ്റവും കൂടുതൽ kids will try their hardest for board examinations, whereas for pre-boards and model examinations they do try, but then they get put down much because of the mark and the marking scheme. They keep it very tough and they keep very tight and they're very strict with the marking scheme. But board exam, to show how the board examination would be. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ച് പരീക്ഷ എഴുതാൻ അവസരം നൽകാമായിരുന്നു. അല്ലെങ്കിൽ യുദ്ധാന്തരീക്ഷം ശമിക്കുന്നതുവരെ അല്പം കൂടി കാത്തിരിക്കാമായിരുന്നു. ആശങ്കകൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പല നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷേ പരീക്ഷയേക്കാൾ പ്രധാന പരിഗണന വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് CBSE നൽകിയത്. വിദ്യാർത്ഥികളുടെ ഉപരിപഠനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം CBSEയുടെ ഇനിയുള്ള തീരുമാനം. ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളുടെ കണ്ണീർ നമ്മൾ കാണേണ്ടി വരും. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.